Like a Hellcat. Hi friends, Lizamma's Food and Tips ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി പായസമാണ്. അരിപ്പായസം തന്നെയാണ്, പക്ഷേ ഒരു വെറൈറ്റി ആണ് ഉണ്ടാക്കുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് എല്ലാവരും നിങ്ങൾ വീഡിയോ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനൊരു 3 ശർക്കര എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് പാനിയാക്കിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് അരിച്ച് അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. എന്നിട്ട് ഞാൻ ഇന്ന് അടുപ്പിലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം പായസം ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാം, എന്നാലും ഇത് നിങ്ങളൊന്ന് കാണണം. ഇതൊരു വെറൈറ്റി പായസമാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് പഴയ ചോറ്, അതായത് പഴയ ചോറെന്ന് വെച്ചാൽ വേവിച്ച് വെച്ചിരുന്ന ചോറാണ്, അത് ബാക്കി വന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ഒരു ചെറിയൊരു ചരുവ നിറച്ചുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്, ചെറുപയർ. അത് 1 കപ്പ് പയറും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അരിപ്പായസം ഇങ്ങനെ ഈ പഴയ ചോറ് കൊണ്ട് ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ, പക്ഷേ പയറിട്ടിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ പയറിട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു വീഡിയോ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ്. അപ്പം പയർ ഒന്നും അതിനകത്ത് ഇട്ടിട്ടില്ല, പയർ ജസ്റ്റ് വേവിച്ചെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാനോട്ട് മാറ്റി വെച്ചു. ശർക്കര പാനി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് വഴണയില ഇട്ട് കൊടുക്കാം. അതും കുറച്ച് 5-6 ഇല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിനി ചോറിട്ട് കൊടുക്കുന്നത്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം. വെന്ത ചോറാണ്. വെന്ത ചോറൊന്നും ഇനിയും കളയാതെ നമുക്കിനി ഇങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പല വെറൈറ്റി ഡിഷസ് നമുക്ക് ഈ ചോറ്, ബാക്കി വന്ന ചോറ് കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ചോറ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. രണ്ടും വെന്തതാണ്. ശർക്കര വെള്ളം ഇനി ഈ ചോറയിലൊക്കെ ഒന്ന് പിടിക്കണം. 1 പിഞ്ച് ഉപ്പൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പായസത്തിന് ഏത് പായസം ഉണ്ടാക്കിയാലും നമ്മളൊരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. 2ാം പാലും കൂടി ചേർത്ത്, അത്യാവശ്യം നല്ലതായിട്ട് വെള്ളമുണ്ട്. പെട്ടെന്ന് ഇത് കുറുകും. ഇത് കുറച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് കുറുകും. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഒരു 2 സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പായസത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ജീരകം പൊടിച്ചത്, ഏലക്ക പൊടിച്ചത്, നമ്മുടെ ചുക്ക് പൊടിച്ചത്, ഇത് 3ഉം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പം ചുക്ക് വേണം കുറച്ച് മുന്നോട്ട് നിൽക്കാൻ, ഏലക്കയും വേണം. ചുക്ക് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇപ്പോഴാ ഇളക്കി കൊടുക്കുമ്പോൾ അത് ഇട്ടപ്പോഴത്തേന് നല്ലൊരു മണം വരുന്നുണ്ട്. ചുക്കിൻ്റെയും ജീരകത്തിൻ്റെ ഏലക്കയുടെയും ഒക്കെ നല്ലൊരു, ആ വഴണയുടെയൊക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇപ്പം നല്ല വെള്ളമുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ദാ കണ്ടില്ലേ, ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഞാൻ ഒരുപാടങ്ങ് പറ്റിച്ചെടുക്കുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ ഏകദേശം ഒരു കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 മുറി തേങ്ങയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സുകൾ നമുക്കിഷ്ടമുള്ളത് ചേർക്കാം. അതിലേക്ക് ഞാൻ തേങ്ങ വറുത്തതും കപ്പലണ്ടിയും കാഷ്യൂവും കൂടെ വറുത്തത് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അവസാനം ഒരു 3 സ്പൂണ് നെയ്യും കൂടെ, ചെറിയ 3 സ്പൂണാണ് കേട്ടോ, നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ദാ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പായസമാണ്. കാരണം ഒരുപാടൊന്നും ടൈം എടുക്കത്തില്ല. നമുക്ക് ഓൾറെഡി പയറും അരിയെല്ലാം വെന്തിരിക്കുന്നതാണ്. അപ്പം ചോറായതാണല്ലോ, അതാണല്ലോ നമ്മൾ ഇട്ടത്. ഇനി പയർ ഇഷ്ടമില്ലാത്തവർക്ക് പയർ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ സാധാരണ അരിപ്പായസം കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ബാക്കി വരുന്ന ചോറൊന്നും ഇനി ആരും കളയരുതേ.
ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇനിയും കാണണം. ഇനിയും പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.